ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗൗരിയെയും അതുപോലെ തന്നെ ശങ്കറിനെയും ശേഖരനും അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഗൗരി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മഹാദേവൻ ഒന്നും അല്ലാത്ത മട്ടിൽ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ പറയല്ലേ മോളെ, അച്ഛൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എൻ്റെ മരുമോക്ക് നന്നായി വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. എന്തേ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കറും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താ ഇവർ പറയണതെന്ന് മനസ്സിലായില്ല. എല്ലാച്ചാ എനിക്കതൊന്നും മനസ്സിലായില്ല. എന്നാലേ തെളിച്ച് ഞാൻ വ്യക്തമായിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ നിൽക്കി ചോദിക്കുകയാണ്, ആ ധ്രുവൻ മരിച്ചു എന്ന് വിശ്വസിക്കാനായിട്ട് നിനക്ക് എന്തൊട്ടാ ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇടുത്തി വീണ പോലെ ആയിരുന്നു ഗൗരിയുടെയും ശങ്കറിൻ്റെയും മനസ്സിൽ. ഇതെന്താ ഇവരിങ്ങനെ ചോദിക്കുന്നത്, പെട്ടെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു എന്നൊരു ഭാവം. എന്നിട്ട് രാധാമണിയും മഹാദേവനും മുഖത്തോട് മുഖം നോക്കിയൊരു ചിരി വച്ചിട്ടുണ്ടടി നിനക്ക് പണി എന്ന്. ആ ധ്രുവൻ്റെ മരണമേ പോലീസും കോടതിയും ഒക്കെ അംഗീകരിച്ചതാ. പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? മരുമോള് മാത്രം അത് അംഗീകരിക്കുന്നതുമില്ല. അതെന്താ അതിന് കാരണം എന്ന് ചോദിച്ചു. ധ്രുവൻ മടങ്ങി വരണതും പ്രതീക്ഷിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് നീ കാത്തിരിക്കുക മരുമോളെ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഗൗരി ആകെ പതറിപ്പോയി എന്നുള്ളത് സത്യമാണ് കേട്ടോ. അപ്പോൾ ശങ്കറും ഇങ്ങനെ നിൽക്കുകയാണ്. ധ്രുവൻ അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരിക്കും എന്ന് ഉടനെ രാധാമണിയും പറയാണ്. എൻ്റെ ശങ്കർ കെട്ടിയ താലിയും കഴുത്തിയിലിട്ട് എന്നിട്ട് നീ ആ ധ്രുവനെയും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇരിപ്പുണ്ടല്ലോ, അതത്ര നല്ലതിനല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കറിന് ഒന്നാമത് ആ പേര് കേൾക്കുമ്പോഴേ കലിയാണ്. ധ്രുവൻ്റെ കാര്യം അച്ഛനും അമ്മയൊക്കെ എങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങളോടൊക്കെ ഈ കാര്യം ആരാ പറഞ്ഞു എന്നാ ചോദിച്ചത്. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതിരുന്നിട്ട് എടി രാധേ വിട്ടേക്ക് കേട്ടോ, വിട്ടേക്ക്, അതാ നല്ലത്. നമ്മുടെ കുട്ടിശങ്കരനും മരുമോളുവേ ഈ ഒരു കാര്യത്തിൻ്റെ പേരും പറഞ്ഞ് തല്ലുന്നത് നമ്മൾ കാണാൻ നിൽക്കണ്ട. അങ്ങനെ വിടാൻ വരട്ടെ അച്ഛാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? ധ്രുവൻ്റെ കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് ഇപ്പം തന്നെ അറിയണം, അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാധാമണി, അതെ നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെക്കുറിച്ച് സംസാരിക്കാനാ സമയമില്ലാത്തതാ. പക്ഷെ അവളുടെ ധ്രുവനെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണല്ലോ. അവനെക്കുറിച്ച് അവളിവിടെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും, അവരത് എൻ്റെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ രാധാമണി പറഞ്ഞു കേട്ടിട്ട് വേഗം തന്നെ ശങ്കർ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് ദേഷ്യപ്പെട്ടങ്ങ് പോയി. എടാ ശങ്കര, നീ ഭക്ഷണം കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞു. ഉടനെ മഹാദേവൻ, നീ അവനെ നിർബന്ധിക്കണ്ട. എങ്ങനെയാ മനസമാധാനം ഉണ്ടെങ്കിലല്ലേ വിശപ്പ് തോന്നൂ, അല്ലെങ്കിൽ എങ്ങനെയാ എന്തെങ്കിലും അകത്തേക്ക് ചെല്ലുള്ളൂ. അതൊക്കെയാലും എൻ്റെ അനിയൻ ചക്കനാണെങ്കിൽ ഭാഗ്യവാനാട്ടോ, നല്ല ബെസ്റ്റ് സ്വഭാവമുള്ള ആളെയല്ലേ അവൻ തേടി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗരി ഇങ്ങനെ ചിന്തിക്കുകയാണ്, കമലയിടത്തി എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചോ എന്നിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളം. അപ്പോൾ കമല അങ്ങോട്ടേക്ക് വന്നു. കമലയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ഇതൊക്കെ ആസ്വദിച്ച് നമ്മുടെ മഹാദേവനും രാധാമണിയും പണിയേറ്റിട്ടുണ്ട്. ഇനി കൂട്ടശങ്കരനും ഗൗരിയും കൂടി നല്ല സ്റ്റണ്ട് വെച്ചോളും. ഇത് കണ്ട് ആസ്വദിക്കാം. ഇനി കമലയായിട്ട് തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ കമലയ്ക്കും സപ്പോർട്ടില്ലാതാവും. അതോടെ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇവരുടെ വഴിക്ക് വരും എന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും അർമാദിച്ച്. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ രാത്രിയായപ്പോൾ ഗൗരി ഫുഡുമായിട്ട് നേരെ റൂമിലേക്ക് വരികയാണ്. അപ്പോഴത്തേനും പെട്ടെന്ന് ശങ്കർ മുഖം തിരിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. നീ എന്തിനാ എനിക്കുള്ള ആഹാരമായിട്ട് വന്നത്? എനിക്ക് വിശക്കുന്നുണ്ടെന്ന് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? എനിക്ക് ആഹാരമൊന്നും വേണ്ട, നീ അത് മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുക്കോട്ടോ ഗൗരിയെ. പച്ച മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് ആഹാരം വേണ്ടാന്ന്. അപ്പോൾ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ, എന്നോടുള്ള ദേഷ്യം ആഹാരത്തിനോട് കാണിക്കരുത്. ഇത് അന്നാണ്, അന്നം മഹാലക്ഷ്മിയാണ്, അത് മനസ്സിലാക്കണം. ഒരിക്കലും അത് വേണ്ട എന്ന് പറയരുത്. ശങ്കർ ഇത് കഴിക്ക് പ്ലീസ് ശങ്കർ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കണം. അതെ, ശങ്കറിന് എന്നോട് ദേഷ്യമുണ്ട്, ഞാൻ സമ്മതിച്ചോ. ഞാൻ കൊണ്ടുവന്ന ഈ ആഹാരം കഴിക്കുന്നത് കൊണ്ട് ആ ദേഷ്യം മാറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതുമില്ല. എന്നോടുള്ള ദേഷ്യം അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല ശങ്കർ. പക്ഷേ ശങ്കറിൻ്റെ ദേഷ്യം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ആഹാരം കൊണ്ടുവന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ മനുഷ്യർ ഇപ്പോഴും ഈ ലോകത്തുണ്ടെന്ന് ശങ്കറിന് അറിയോ? അപ്പോൾ നമ്മുടെ ദേഷ്യവും വാശിയും ഒന്നും ഒരിക്കലും ആഹാരത്തിനോട് കാണിക്കാൻ പാടില്ല.
അതുകൊണ്ട് കഴിക്ക് ശങ്കർ എന്ന് പറഞ്ഞു. എന്നിട്ട് ശങ്കറിൻ്റെ വായിലേക്ക് ഗൗരി ഇതിങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നോക്കി കഴിക്ക് ദേ ഞാനിത് കഴിക്കാട്ടോ, പക്ഷേ ഒരു കാര്യത്തിൽ നീ എനിക്കത് ഉറപ്പ് തരണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ ശങ്കറിന് ഉറപ്പ് തരേണ്ടത്? അവനില്ലേ ആ ധ്രുവൻ എന്ന് ചോദിച്ചു. ആ പേരിനി ഒരിക്കലും എൻ്റെ അടുത്ത് പറയില്ല കേട്ടോ, പറയരുത്. അങ്ങനെ നീ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ ഈ ഭക്ഷണം മുഴുവൻ കഴിക്കാം. ശരി, ഇനി ഞാൻ ധ്രുവൻ്റെ കാര്യം ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു ഗൗരി. ഇനി ഇത് കഴിക്കാൻ പറ്റുമെന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ച് ശങ്കറിന് വാരി കൊടുക്കുകയാണ് ഗൗരി. അപ്പോൾ ഇത് വാരി കഴിക്കുകയാണ് കേട്ടോ. നീ വല്ലതും കഴിച്ചോ പെണ്ണേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ ഗൗരി, ഞാൻ കഴിക്കാണ്ട് നടന്നാൽ നീ എന്തിനാ പട്ടിണി കിടക്കണത്? നിനക്ക് കഴിക്കാമല്ലോ. നീ നിൻ്റെ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നീ എന്നോട് പറഞ്ഞില്ലേ അന്നം മഹാലക്ഷ്മിയാണ്, ദൈവമാണെന്നൊക്കെ. എന്നിട്ട് നിൻ്റെ കാര്യത്തിൽ അതൊന്നും ബാധകമല്ലേ? എന്താ നീ മിണ്ടാത്തത്? ഞാനൊക്കെ കുറേ പട്ടിണി ഇരുന്നിട്ടുള്ളതാ, അതൊക്കെ ശീലമുണ്ട്. പക്ഷേ നീ അങ്ങനെയാണോ? നമ്മൾ പല കാര്യത്തിലും അങ്ങോട്ടേക്ക് വഴക്കുണ്ടാക്കും, പിണങ്ങും എന്ന് വെച്ച് നീ കഴിക്കാണ്ടിരിക്കരുത് കേട്ടോ ഗൗരിയെ. അതെ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഗൗരിക്കും അതിൽ നിന്നെടുത്ത് ശങ്കർ വായി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ രണ്ടുപേരുടെയും പിണക്കമൊക്കെ മാറി, മൂഡ് ഓഫൊക്കെ മാറി. ഗൗരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതാണല്ലേ ഒരു പാത്രത്തിലുണ്ട് ഒരു വായിൽ ഉറങ്ങി എന്നൊക്കെ പറയണത്. അപ്പോൾ ഗൗരി ഒന്ന് ചിരിക്കുകയാണ്. എൻ്റെ ശങ്കു, അപ്പം ശങ്കു കൊള്ളാലോ എന്ന് പറഞ്ഞു കേട്ടോ. ചിരിക്കരുത്, നെറുകെ കയറും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 4 മണിയായപ്പോൾ അതേ അലാറം അടിക്കുകയാണ് കേട്ടോ. അയ്യോ, 4 മണിയായോ? എന്തേ? കയ്യെടുത്തേ. അതെ ശങ്കു, ഇവിടെ ഇരിക്കുക. നീ എങ്ങോട്ടാ ഈ പോണത്? ഗൗരി, നീ എൻ്റെ കയ്യൊന്ന് വിട്ടേ. ഇപ്പം എങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു ഗൗരി. എൻ്റെ അടുത്ത് തന്നെ കിടക്ക്. എടി മോളെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയേ പറ്റുമോ? എങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സമയത്ത് ചെന്നില്ലെങ്കിലേ കാര്യങ്ങൾ മുഴുവൻ കുഴപ്പത്തിലാവുമെന്നോ? എന്ത് കുഴപ്പത്തിലാവുമെന്ന്? അതൊന്നും പറഞ്ഞാൽ എൻ്റെ കിടാവിന് മനസ്സിലാവില്ല. എൻ്റെ മോളൊരു കാര്യം ചെയ്യ്, നല്ല പൊതച്ചു മൂടി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു ശങ്കര. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നും കൃത്യം 4 മണിക്ക് അലാറം വെച്ച് ശങ്കർ എങ്ങോട്ടാണ് ഈ പോണത്? ഞാൻ പറഞ്ഞില്ലേ ഗൗരി, എനിക്കൊരാളെ കാണാനുണ്ട്. അതുകൊണ്ടാണ് എന്നും ശങ്കു പോകണ്ടല്ലോ 4 മണിക്ക്. അതെ, 5 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണം. എവിടെ? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു. എവിടെയാ പോണത്, ആരെ കാണാനാണ് പോണത്, അത് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. ഇപ്പം എന്താ ഇവളോട് പറയാ? അകപ്പെട്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു. ഇനി ഞാനറിയാതെ വല്ല ചുറ്റിക്കളി ഉണ്ടോ എൻ്റെ കുട്ടിശങ്കറിന് എന്ന് ചോദിച്ചു. അടിപൊളി, നമ്മുടെ ക്ടാവിൻ്റെ ആ കുശുമ്പ് കാണാനായിട്ടൊരു വഴിയാണല്ലോ ക്ടാവ് തന്നെ തുറന്നു തന്നിരിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? വല്ല ചുറ്റിക്കളി ഉണ്ടോയെന്നാണ് ചോദിച്ചത്. ഗൗരിയെ, നീ ചോദിച്ച സ്ഥിതിക്ക് സത്യം അങ്ങോട്ട് പറയാം. നമുക്കൊരു ചെറിയൊരു ചുറ്റിക്കളി ഉണ്ട് കേട്ടോ. പിന്നെ ചുറ്റിക്കളി, അതും എൻ്റെ ശങ്കുവിന്. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ. ഞാൻ സത്യമായിട്ടോ പറയണത്. എൻ്റെ ഗൗരിയെ, ഞാൻ നിൻ്റെ സ്വന്തം ഭർത്താവൊക്കെ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ ഒരു ഭർത്താവിനെ ഒരു ഭാര്യയെ കണ്ണടച്ച് വിശ്വസിക്കണ്ട കേട്ടോ. പിന്നെ ശങ്കു കൂടുതൽ നമ്പറൊന്നും ഇറക്കണ്ട കേട്ടോ. എവിടെയാ പോകാനായിട്ട് ഇറങ്ങിയതല്ലേ? അതെ, കുളിച്ച് കഴിഞ്ഞ് വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗൗരി വീണ്ടും കിടന്നു. അയ്യോ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിച്ചോ. ഇപ്പം തന്നെ ഞാൻ പറയണതാ സത്യം. അതെ, ഇങ്ങനെ വിശ്വസിച്ചാൽ ഭർത്താവ് ചിലപ്പോൾ ചതച്ചിട്ടൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ശങ്കർ, അതെ, ഇത്ര വെളുപ്പിനെ തന്നെ ഞാൻ അമ്പലത്തിൽ പോണത് എന്തിനാ? അത് നീ ഒന്ന് പറഞ്ഞേ. 5 മണിക്ക് അവിടെ ഒരു സുന്ദരി കൊച്ച് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൽ നിൽപ്പുണ്ടാവും കേട്ടോ. യാദൃശികമായിട്ടാണ് ഞാൻ ആ കിടാവിനെ കാണണം കേട്ടോ. പിന്നല്ലേ മനസ്സിലായത്, ശിവൻ്റെ അമ്പലത്തിൽ ഞാൻ നിർമാല്യം തൊഴാൻ വരും എന്നറിഞ്ഞിട്ടാ അവൾ എന്നെ കാണാനായിട്ടാ വരണതെന്ന്. ആ ക്ലാവുണ്ടല്ലോ, നമ്മുടെ അടുത്തോട് പോകുമ്പോൾ ഒരു മണമുണ്ട് കേട്ടോ, നല്ല ചന്ദനത്തിൻ്റെ മണം. ഈ പെണ്ണിനെന്താ പേരൊന്നുമില്ലേ? കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്, അപ്പം പേര് ഊരുമൊക്കെ ചോദിക്കണത് മോശമല്ലേ ഗൗരിയെ? പിന്നെ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട കേട്ടോ. എൻ്റെ ശങ്കുവിൻ്റെ ജീവിതത്തിൽ ഞാനല്ലാണ്ട് മറ്റൊരു സുന്ദരി പെണ്ണുമില്ല. ഗൗരി, നീ സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ നിൻ്റെ ആ കാണാനുള്ള നല്ല അടിപൊളി കുട്ടികൾ ഈ തൃശ്ശൂരുണ്ട് കേട്ടോ. ആ കൗൺസിലർ സോമനാഥൻ സാറിൻ്റെ മകളുണ്ടല്ലോ, ഷോ
എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് കാണണം, എന്തൊരു ലുക്കാന്നറിയോ അവൾക്ക്. ഒരിക്കൽ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ ഞാൻ ഒരുത്തനെ എടുത്തിട്ട് അങ്ങോട്ട് പൂശി. പിന്നെ അതാ കിടാവ് കണ്ടുട്ടോ. ന്യായം നമ്മുടെ ഭാഗത്തായിരുന്നു. എന്തിനു പറയുന്നു എൻ്റെ ഗൗരിയെ, അന്ന് മുതൽ അവക്കെന്നോട് പ്രേമാന്നേ. സത്യം. ആ, ഈ പ്രേമെന്നൊക്കെ പറഞ്ഞാലോ അല്ലറ ചില്ലറ അലക്കുലത്തൊന്നും അല്ലട്ടോ, നല്ല മുടിഞ്ഞ് അസ്ഥിക്ക് പിടിച്ചത്. എന്നിട്ട് പറയാ സംഭവം വർക്കായി വരണുണ്ട് എന്ന് ശങ്കർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. പറയാം. എന്നിട്ട് നീ വെപ്രാളം കാണിക്കല്ലേ ഗൗരി. എനിക്ക് വെപ്രാളമൊന്നുമില്ല. എങ്കിൽ ഗൗരി, എന്താ നിനക്കിട്ട് ഞാനൊരു പണി തരാം കേട്ടോ. ഈ കട്ടയ്ക്ക് തന്നെ പണി നീ മേടിച്ചോ. നിൻ്റെ കുശുമി ഞാൻ തീർത്ത് തരാം. ഞാൻ ആ കൊച്ചിൻ്റെ പ്രേമം റിജക്റ്റ് ചെയ്ത വിഷമത്തിൽ അവളെ ആ കൈയുടെ ഞരമ്പങ്ങ് മുറിച്ചുന്നേ. സത്യമാണോ? ഇത് സത്യം തന്നെയാണോ ഈ പറയണത്? ആദ്യം എനിക്കും വിശ്വാസമൊന്നും വന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ അവൾക്ക് എന്നോട് ഭ്രാന്ത് പിടിച്ച സ്നേഹമാണെന്ന്. അതുകൊണ്ട് എന്നിട്ട് ശങ്കർ എന്ത് ചെയ്തു? ശങ്കർ അങ്ങോട്ട് സ്നേഹിച്ചോ? അതെങ്ങനെ സ്നേഹിക്കാൻ പറ്റുക? അപ്പോഴല്ലേ വിമല കോളേജിലെ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കണ്ടെന്നത് അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്നറിയണത്. അതേതാ ഈ വേറൊരു പെണ്ണ്? വിമല കോളേജിൽ ഞാനൊരു വിഷയം സോൾവ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ ക്രിസ്ത്യാനി കുട്ടിയെ പരിചയപ്പെടുന്നത്. എൻ്റെ ഗൗരി, എന്ത് രസമാണെന്നറിയോ അവളെ കാണാനായിട്ട്. അവളുടെ കണ്ണ് നീ ഒന്ന് കണ്ടത് തന്നെയാണ്. എന്നെ ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കുമ്പോൾ അവളുടെ കണ്ണുണ്ടല്ലോ, നല്ല മാൻമിഴി പോലെ. അതാണ് മാൻമിഴി. നിൻ്റെ പോലത്തെ ഉണ്ടക്കണ്ണൊന്നും അല്ല കേട്ടോ, അവളുടെ നല്ല മാൻമിഴിയാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മാൻമിഴിക്കാരിപ്പോൾ എവിടെയുണ്ട്? അതെന്ത് പറയാനാ, അതൊരു ട്രാജഡി കഥ എൻ്റെ പൊന്നു മോളെ. എൻ്റെ കല്യാണം അറിഞ്ഞിട്ട് പാവം ആ കിടാവ് 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. കഷ്ടം. എന്നിട്ട് എന്താ പട്ടിണി കിടന്ന് മരിച്ചോ? അതെ, പൊട്ട കഥയും കൊണ്ട് വന്നോളും. ഗൗരി നിൽക്ക് എന്ന് പറഞ്ഞു. നീ ഇതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ, കഥയാന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരുന്നോ. നീ കണ്ടോ, ഒരു ദിവസം നിന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്നെ തെരഞ്ഞ ഒരു സുന്ദരി പെൺകൊച്ചി ഇവിടെ വരും. വേറൊന്നിനുമല്ല, ഇവിടെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ വരും. അന്നുണ്ടല്ലോ നിനക്ക് മനസ്സിലാവും ഈ ശങ്കർ മഹാദേവൻ്റെ സ്ത്രീകളെ ആകർഷിക്കാനുള്ള കാന്തശക്തിയുണ്ടെന്ന്. അന്ന് നിനക്ക് മനസ്സിലായിക്കോളും. ആയിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും വരട്ടെ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അല്ല, അങ്ങനെ ആരെങ്കിലും വന്നാൽ നീ എന്ത് ചെയ്യും ഗൗരി? ആ വരുന്നവളെ ഞാനങ്ങ് തട്ടും, അത്ര തന്നെ. ഈ കാന്തത്തിൻ്റെ ആകർഷണ ശക്തി അന്നത്തോടെ ഞാനത് തീർത്തു തരും. എന്താ, മതിയോ? തൃപ്തിയായോ ശങ്കുന്? അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ശങ്കർ രാവിലെ തന്നെ ഗൗരിക്കിട്ടൊരു 8ൻ്റെ പണിയൊക്കെ കൊടുത്ത് ഉള്ള മനസ്സമാധാനമൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാണ്. ശങ്കർ എഴുന്നേറ്റ് പോയപ്പോഴത്തേനും ഗൗരി വേഗം, എന്നാലും ഒരു സംശയമാക്ക്. ഇനി ശങ്കർ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ഇനി അങ്ങനൊരു പെൺകുട്ടി ഉണ്ടാവുമോ? വെറുതെ എന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും. അല്ല പിന്നെ നമ്മൾ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ്. അപ്പം മുത്തശ്ശിയും നമ്മുടെ ശ്യാംസാർ അടിയിരിപ്പുണ്ട്. ആദർശും വേണിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പം നന്ദിനി അമ്മയും അതുപോലെ തന്നെ ആരതിയും കൂടെ വന്നു. അച്ഛാ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ശരി. എവിടെയാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്? ഏത് ഡോക്ടറെ കാണുന്നത്? അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? ആ പോയിൻ്റൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട് പ്രൊഫസറെ. അല്ലേ ആദർശേട്ടാ? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പോകാൻ റെഡിയാകണം. നന്ദിനി അമ്മേ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടോ. നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്? ബൈക്കിന് പോവാച്ചാ എന്ന് പറഞ്ഞു ആദർശ്. വേണിയും കൊണ്ട് ബൈക്കിന് പോകാമെന്നോ? നീ എന്താ ആദർശ് ഈ പറയണത്? നിനക്ക് യാതൊരു ബോധവും ഇല്ല മോനെ. അവൾക്ക് വയറ്റിലുള്ളതാ. ആ കൊച്ചിനെ കൊണ്ട് ബൈക്കിൽ പോയാൽ എങ്ങനെയാ ശരിയാകുക എന്ന് ചോദിച്ചു മുത്തശ്ശി. അതെ ആദർശേ, നീ എൻ്റെ കാറ് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ നോക്ക്, അഭ്യാസം വയ്ക്കാതെ. അപ്പോൾ ആരതി നോക്കിയപ്പം, അല്ല ചേച്ചി, ഈ ഫോണ് ഇതെന്തുവരെ ഓപ്പൺ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇതേ തൽക്കാലം ഈ ഗിഫ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു. എന്താ മോളെ, നിനക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല നന്ദിനിയമ്മേ, ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും നന്ദിനിയമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ, അതെ അമ്മേ, വേണിക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളിതൊന്ന് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ചു. ഫോണിൻ്റെ ബില്ലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അയ്യോ പ്രൊഫസറെ, ബില്ലൊന്നും വേണ്ട പ്രൊഫസറെ എന്ന് പറഞ്ഞു. ഈ ഫോണേ വേണ്ടാന്ന് പറഞ്ഞ് തിരികെ ഏൽപ്പിക്കണം, അത്രയേ ഉള്ളൂ. ബില്ലില്ലെങ്കിൽ ഫോൺ കൊടുത്താൽ പണം തിരികെ തരുമോ? നന്ദിനിയമ്മേ, ആദർശേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഫോൺ വാങ്ങിയിരിക്കണത്. ഓ അതാണോ? എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടാൽ മാത്രം പണം തന്നാൽ മതി എന്നായിരുന്നു എഗ്രിമെൻറ്റ്. അതുകൊണ്ട് എനിക്ക് ഈ ഫോൺ ഇഷ്ടപ്പെട്ടില്ലല്ലോ.
അതുകൊണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാരാ ചേട്ടാ? മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആ ഫ്രണ്ട് എന്ന് ചോദിച്ചു ആരതി ഉടനെ. എനിക്കും ആ ഷോപ്പിൽ നിന്നേ ഒരു നല്ല ഫോൺ വാങ്ങണം, അതുകൊണ്ട് ചോദിച്ചതാ. പെട്ടു. അപ്പോൾ അതെ, ആദർശേട്ടൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കും ക്രെഡിറ്റ് കിട്ടുമല്ലോ. എന്ത് പറയുന്നു? അതെ, അപ്പോൾ വേണിയും ആദർശം ഇങ്ങനെ തോണ്ടുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി, നിനക്കുള്ള ഫോണൊക്കെ മതി, അവൾ ഫോൺ വാങ്ങാൻ ഇറങ്ങിയിരിക്കുന്നു. പുതിയ ഫോൺ വാങ്ങാത്ത കുഴപ്പമുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അല്ല മോളെ ആരതി, ആ ഫ്രണ്ടേ ആദർശേട്ടന് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കൂ. ആ കടം കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ അതാണോ? അതുകൊണ്ടേ മോളിപ്പോൾ ആ ഫ്രണ്ടിൻ്റെ പേരെന്താ? ആ ഷോപ്പ് എവിടെയാ എന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞാൽ നിനക്കറിയത്തില്ല, നിനക്ക് മനസ്സിലാവില്ല. വേണി, നമുക്കെന്നാ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ആ എന്നാൽ നന്ദിനി അമ്മേ, ഞങ്ങൾ വേഗം ആദർശേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട് ഈ ഫോട്ടൊക്കെ തിരികെ കൊടുത്ത് ഹോസ്പിറ്റലിലും പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലെ ടെസ്റ്റ് കഴിയുമ്പം ഉടനെ തന്നെ ഇങ്ങ് വിളിക്കണേ. വിളിക്കാം നന്ദിനി അമ്മേ. എന്നാൽ പിന്നെ നിങ്ങൾ സമയം കളയണ്ട, വേഗം ഇറങ്ങിക്കോ. അപ്പോൾ ഇവർ രണ്ടുപേരും യാത്രയായി. ആദർശേട്ടാ, നമുക്കങ്ങ് വിട്ടാലോ? ശരി എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് ഗൗരീനെയാണ്, ചാരങ്ങാട്ട് വീട്ടിൽ. അപ്പോൾ ഗൗരി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കമല വിളിക്കുകയാണ്. ഗൗരി എന്ന് വിളിച്ചു. അപ്പോൾ ഗൗരി അവിടെ നിന്നു. എന്താ കമലയിടത്തി എന്ന് ചോദിച്ചു. അപ്പോൾ കമല ആകെ വെപ്രാളം പിടിച്ചാട്ടോ. അതെ, ധ്രുവനെക്കുറിച്ച് നീ എന്നോട് സംസാരിച്ച കാര്യങ്ങൾ അമ്മ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണില്ല. അമ്മയോട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കമലയിടത്ത് തന്നെയാണ് അമ്മയോടത് പറഞ്ഞത് എന്ന് ഗൗരി വേഗം പറഞ്ഞു. ഗൗരി അപ്പോൾ ഒരു ചിരി വെച്ചിട്ട് അങ്ങനെ വരുത്തി തീർക്കാനാ അമ്മ ശ്രമിക്കുന്നത്, മനസ്സിലായോ? പിന്നെ ആദ്യം അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോൾ ഇത് അമ്മയുടെ തന്ത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. തന്ത്രോ? നമ്മുടെ അമ്മ എന്തിനാ ഗൗരി എന്നോട് അങ്ങനെ ചെയ്തത്? കമലയിടത്തേക്ക് എന്താണെങ്കിലും അതിൻ്റെ കാരണം മനസ്സിലായില്ല എങ്കിൽ കേട്ടോ. മറ്റൊന്നുമല്ല, നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ വളർത്തിയെടുക്കാനാണ് അമ്മ ശ്രമിച്ചിരിക്കുന്നത്. നമ്മളെ രണ്ടുപേരും ശത്രുക്കളായി മാറിയാൽ പിന്നീട് കമലയിടത്തിൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ലല്ലോ. അപ്പം കമല, ഗൗരി, നീ ഇവിടെ ഉള്ളതാണ് ഈ വീട്ടിൽ ജീവിക്കാനുള്ള എൻ്റെ ഏക ധൈര്യം എന്ന് പറയണത്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും അമ്മ അങ്ങനെ ചെയ്തത്. സാരമില്ല കമലയിടത്തെ, എൻ്റെ ഏട്ടത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും എൻ്റെ ഉള്ളിലുണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. ഗൗരി, എനിക്കെന്തോ പേടിയാവുന്നു. ധ്രുവൻ്റെ പേരിൽ നീയും ശങ്കറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ? അച്ഛനും അമ്മയും അത് തന്നെയാണോ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയാം. നിനക്കത് മനസ്സിലായെങ്കിൽ പിന്നെ നീ എന്താ അത് ശങ്കറിനോട് സംസാരിക്കാത്തത്? ഇനി ധ്രുവൻ്റെ പേരിൽ ഒരായുധമാക്കി എന്നെ ഈ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനായിട്ടാണ് അമ്മയും അച്ഛനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പം ഞാൻ ശങ്കറിനോട് പറഞ്ഞാൽ ശങ്കർ അതൊരിക്കലും വിശ്വസിക്കാൻ തയ്യാറാവില്ല. പിന്നെ എന്ത് ചെയ്യാനാണ് നീ തീരുമാനിച്ചിരിക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തിരിഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേനാണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വന്നത്. വേഗം തന്നെ നിർത്തി ഇനി എന്താ പറയേണ്ടതെന്ന് ഒരു കാരണവശാലും പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് ഗൗരിക്കറിയാം. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.